മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ തലമുടിക്കാണെങ്കിലും തലയ്ക്കാണെങ്കിലും നല്ലൊരു തണുപ്പും നല്ലൊരു റിലാക്സേഷൻ ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും തല കഴുകുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലേ. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ് കാലമാണ്. അപ്പൊ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ മുമ്പ് തല കഴുകാതെ ഇരുന്നട്ടോ. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്റെ തലയിൽ ചെറുതായിട്ട് ഇങ്ങനെ കുരുക്കൾ പോലെ വന്നിട്ട് നല്ലൊരു പെയിൻഫുൾ ആയിട്ടുള്ള കുരുക്കളായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു റെമഡി ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പൊ ആ റെമഡി എന്താണെന്നാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെ 2-3 ദിവസമായിട്ട് തല കഴുകാതേക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന കുരുക്കളൊക്കെ മാറാനും പിന്നെ അല്ലാതെ നോർമൽ ആയിട്ട് നമുക്ക് ഈ താരനൊക്കെ വന്നിട്ട് അടിഞ്ഞു കൂടുന്ന ആ അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുടിക്ക് തിന്നായിട്ടുള്ള മുടിയെ എങ്ങനെ തിക്കാക്കി വെക്കാന്നും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു 5-6 ഉള്ളി വേണം, പിന്നെ ഒരു 5 വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് കുരുമുളക് വേണം. ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ശേഷം നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കാച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ശേഷം നമ്മൾ ഈ ചേരുവകൾ ഉണ്ടല്ലോ, ഉള്ളിയായാലും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടി ചതച്ചെടുക്കുക. ഒത്തിരി ചതക്കണ്ട, ഈ ഒരു പരുവത്തിന് മതി. എന്നിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ എണ്ണയ്ക്ക് ആ ഒരു ചെറിയ ചൂടിൽ ഇതൊന്ന് വെന്ത് തുടങ്ങും. ഈ ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യും. അപ്പൊ ഞാനിത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്, ചൂടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയിലാണെങ്കിൽ അലിസിൻ അടങ്ങിയിട്ടുണ്ട്. ഈ അലിസിൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി തിന്നായിട്ടുള്ള ഹെയറിനെ തിക്കാക്കി വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഈ ഹെയർ ലോസ്, പിന്നെ അതിലുള്ള ഈ എന്തെങ്കിലും കുരുക്കൾ, ഇങ്ങനെ കായകൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇതിനെയൊക്കെ നല്ല രീതിയിൽ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. കൂടാതെ ചുവന്നുള്ളി ആണെങ്കിൽ സൾഫർ കണ്ടന്റ് ധാരാളം അടങ്ങിയതാണ്. പിന്നെ ഇത് നമ്മൾ വല്ലാതെ ഇട്ട് അങ്ങ് വേവിച്ചിട്ടൊന്നുമല്ല ഇതിലെ ചുവന്നുള്ളി എടുക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള കണ്ടന്റ്, ആ ഒരു സത്ത് ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇറങ്ങി വരാനും അതപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തത്. കുരുമുളകാണെങ്കിൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനെയൊക്കെ പ്രിവെന്റ് ചെയ്ത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാൻ വേണ്ടിയിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി നമ്മുടെ എണ്ണയിലേക്ക് ചേരുമ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ മുടിയിലോട്ട് തേക്കുമല്ലോ, നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല കരുത്തുള്ള മുടിയായിട്ടിരിക്കാനും തലമുടിയിലുണ്ടാകുന്ന കുരുക്കളും പ്രശ്നങ്ങളും താരനൊക്കെ അകറ്റി നിർത്താനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിപ്പോ 2-3 ദിവസം തല കഴുകാതിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷാമ്പൂ ഒക്കെ ഇട്ട് നമ്മൾ തല കഴുകും അല്ലെ. അപ്പൊ ആ സമയത്ത് നമുക്ക് വല്ലാത്ത മുടി കൊഴിച്ചിൽ കൂടുതലായിരിക്കും. നമ്മൾ ഇങ്ങനെ ഒന്ന് എണ്ണ തേച്ചിട്ട് മുടി കഴുകുവാണെങ്കിൽ നമ്മുടെ ആ ഒരു മുടി കൊഴിച്ചിലിന്റെ അളവ് താരതമ്യേന കുറവായിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഈ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാരണം പെട്ടെന്ന് തന്നെ കാറൽ വരാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് ഈ എണ്ണയ്ക്ക്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കാച്ചിയ എണ്ണയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആയാലും മതി, ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉള്ളി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും എല്ലാം ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പൊ അതിലെ സത്ത് നല്ലതുപോലെ ഇറങ്ങും. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ഈ ഉള്ളി ആണെങ്കിലും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ഒന്നെടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം. അപ്പൊ എന്റെ മുടി അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ദിവസം തലയൊന്നും നനക്കാതിരിക്കുവായിരുന്നു. ഈ ഒരു ടിപ്പ് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ എണ്ണയുടെ ടെക്സ്ചർ ആണെങ്കിൽ നല്ലതുപോലെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ സത്ത് നല്ലതുപോലെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, ഈ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. ആപ്ലിക്കേഷനിലോട്ട് കിടക്കുന്നതിന് മുൻപേ ആയിട്ട് നമ്മുടെ തലമുടി നല്ല രീതിയിൽ ചീവിയിട്ട് ജടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മുടി നല്ലപോലെ ചീവിയിട്ട് ജടയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കും. എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കാണോ ആ താരൻ, കുരുക്കൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് ആ ഭാഗങ്ങൾ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം എണ്ണ തേക്കാൻ വേണ്ടി. ഒട്ടുമിക്കവർക്കും ഈ ഒരു സൈഡിലൊക്കെ ആയിരിക്കും, ഈ ചെവിയുടെ പുറകില് അങ്ങനെ താഴേക്കുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കുരുക്കൾ വരുന്നത്. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ തുമ്പിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നമ്മളിപ്പോ കംപ്ലീറ്റ് ആയിട്ടും എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ തേച്ച് കഴിയുമ്പോൾ അതിനുശേഷമുള്ള മസാജിങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ വിരലിന്റെ അഗ്രം വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നഖം വെച്ചിട്ട് ചെയ്യരുത്, നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇങ്ങനെ ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അതുവഴി നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കും. അപ്പൊ നമ്മൾ ക്ലോക്കിൽ ഇതുപോലെ ടൈമർ സെറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടും ആ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും കേട്ടോ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ട് നമുക്ക് 5 മിനിറ്റ് മസാജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ തലമുടിക്കാണെങ്കിലും തലയ്ക്കാണെങ്കിലും നല്ലൊരു തണുപ്പും നല്ലൊരു റിലാക്സേഷൻ ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇനി നിങ്ങളുടെ മുടി ഒന്ന് ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. ഒരു അരമണിക്കൂറോളം ഇങ്ങനെ തന്നെ വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു, മൈൽഡ് ഷാമ്പു എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ആ ഷാമ്പു ഇട്ട് കണ്ടീഷണർ ഇട്ടിട്ട് മുടി നമ്മളിങ്ങനെ വിരിച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കുക കേട്ടോ. കെട്ടി വെച്ചിട്ട് ഉണക്കിയെടുക്കാതിരിക്കുക. കാരണം കായൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തിക്കായിട്ടുള്ള ഹെയറുകൾ കിട്ടുകയും ചെയ്യും. തിൻ ഹെയർ ഒക്കെ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. പിന്നെ മുടി കൊഴിച്ചിട്ട് തലയിലുള്ള കുരുക്കള്, താരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ അകറ്റുകയും ചെയ്യും കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുടി ഒന്ന് കെട്ടിവെക്കാം കേട്ടോ. കാരണം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി തല കഴുകുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതുവരെ മുടി ഇങ്ങനെ അഴിച്ചു കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൊടിയൊക്കെ അടിഞ്ഞുകൂടി നമുക്ക് മുടി കൊഴിച്ചിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടിവെക്കുന്ന സമയത്ത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വലിച്ചൊന്നും കെട്ടിവെക്കരുത്. നെറ്റ് കയറാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ.